ഹലോ എവരിവൺ, എല്ലാവർക്കും എപ്പിക് ഡിഫൻസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴുത്തിന് ഒരാൾ പിടിക്കുകയാണെങ്കിൽ അത് ഈ രീതി പിടിക്കുകയാണെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഒരു കൈ ഫ്രണ്ടിൽ നിന്നും ഒരു കൈ നമ്മുടെ കഴുത്തിന് പുറകിൽ നിന്നും പിടിച്ച് ഇപ്പോൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും ഈ രീതി പിടിച്ച് കുലുക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകുന്ന ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എസ്കേപ്പ് ആവാൻ നോക്കാം. പിടിച്ച് ഈ രീതിയിലായിരിക്കും പിടിക്കുന്നത്. ഒരു കൈ ഫ്രണ്ടിൽ ഒരു കൈ ബാക്കിൽ. ഈ കൈ ആയിരിക്കും ഡേഞ്ചറസ്, കാരണം നമ്മുടെ ത്രോട്ടിലേക്ക് കൂടുതലായിട്ട് പ്രസ് കൊടുക്കാൻ പറ്റുന്നത് ഈ കൈ ആയിരിക്കും. അപ്പോൾ ഈ കൈ ആദ്യം ടൈറ്റ് ആകാൻ നോക്കേണ്ടത് നമ്മുടെ ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം ഈ രീതിയിലാണ് പിടിച്ചേക്കുന്നുണ്ട്. നമ്മൾ ഈ കൈയിനെ ആദ്യം ജസ്റ്റ് നമ്മുടെ ആ ബോഡി വെയിറ്റ് കൊണ്ട് ഒന്ന് കണ്ടോ, അത് ഈ നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് താത്തി പിടിക്കണം. ഈ പിടിക്കുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ഈ കൈ ലൂസാകും, അല്ലെങ്കിൽ പവർ കുറഞ്ഞാണ് പിടിച്ചേക്കുന്നതെങ്കിൽ ഈ കൈ ഇവിടുന്ന് പറഞ്ഞു പോകും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഡിഫൻസ്. പിടിച്ചു ഫസ്റ്റ് ഡിഫൻസ് നമ്മൾ ചെയ്യും. ശേഷം നമുക്കൊരു കൈ ഫ്രീ ഉണ്ട്. ഫ്രീ ഉള്ളതുകൊണ്ട് തന്നെ ഇതുണ്ടോ, ഈസി ആയിട്ട് നമുക്ക് ഗ്രോയിനിട്ട് നമുക്ക് ഒരു ഇടി കൊടുക്കാൻ പറ്റും നമ്മുടെ ഓപ്പോണൻറ്റിന്. അപ്പോൾ ഈസി ആയിട്ട് ഗ്രോയിനിട്ട് ഇടി കൊടുക്കുന്നു. ഗ്രോയിനിട്ട് ഇടി കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഓപ്പോണൻറ്റ് കുനിഞ്ഞു പോകും, വേന കൊണ്ട് കുനിഞ്ഞു പോകും. ആ കുനിഞ്ഞു പോകുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോയിന് സ്ട്രൈക്ക് കൊടുക്കുന്നു. നമ്മുടെ കണ്ടോ, നമ്മുടെ എൽബോ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ ഹെഡിനിട്ട് നമുക്കൊരു മുകളിലേക്കൊരു സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയും കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് കിക്കും കൂടെ നമുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. പിടിച്ചു ഫസ്റ്റ് നമ്മൾ ഈ കൈനെ ലൂസാക്കുന്നു. കണ്ടോ, നമ്മുടെ ബോഡി വെയിറ്റും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുക ചെയ്യുന്നത്, മൊത്തം ഇരിക്കുകയല്ല, ജസ്റ്റ് നമ്മുടെ ബോഡി വെയിറ്റ് ഈ കൈയിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കും. അന്നേരത്തേക്കും തന്നെ ഈ കൈ ലൂസാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രോയിനിട്ട് സ്ട്രൈക്ക് കൊടുക്കുന്നു. ഗ്രോയിനിട്ട് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് ഇതുണ്ടോ എൽബോ വെച്ച് മുകളിലേക്ക് ഇടി കൊടുക്കുന്നു. ഇടിയും കൊടുത്തിട്ട് ഒരു കിക്കും കൂടെ കൊടുക്കുന്നു. കിക്ക് വയറിനിട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ ഗ്രോയിനിട്ട് കൊടുക്കുമോ, കാലിനിട്ട് കൊടുക്കുമോ, എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ സൈഡിൽ നിന്നാണ് ഒരാൾ പിടിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. പിടിച്ചോ സെയിം ടെക്നിക്ക് തന്നെ നമ്മൾ വലത്തെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിരിക്കുന്നു. ഇതുണ്ടോ, ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു പിടുത്തം ടൈറ്റ് ആകുന്നതിന് മുമ്പായിരിക്കണം കേട്ടോ നമ്മൾ പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ത്രോട്ടിലേക്ക് ആ പിടുത്തം വരുന്ന ആ ടൈമിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഈ കൈയിലേക്ക് പിടിക്കുന്നത്. ആ പിടുത്തം മുറുകുന്നതിന് മുമ്പ് തന്നെ, മുറുകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ പിടിക്കുന്നത്. ജസ്റ്റ് ഇരിക്കുക, ഇതിനകത്ത് നേരെ ഗ്രോയിൻ അറ്റാക്ക് ചെയ്യുക. ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാം, കാരണം ആളുടെ ഈ ഫുൾ പാർട്ടും ഫ്രീ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് ഗ്രോയിൻ്റെ അറ്റാക്ക് ചെയ്യാം. അതിൻ്റെ നേരെ എൽബോ വെച്ച് മുകളിലേക്ക് അടി കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കിക്ക് ചെയ്യാം, ഈസി ആയിട്ട് കിക്ക് ചെയ്യാം. കിക്ക് ചെയ്ത് നമുക്ക് ആളെ അങ്ങ് തെറിപ്പിച്ച് കളയാൻ പറ്റും. ഈസി ആയിട്ട് ഉന്തി അങ്ങ് വിടാൻ പറ്റും, തൊഴിച്ച് ഉന്തി അങ്ങ് വിടാൻ പറ്റും. ഒന്നുകൂടെ നമുക്ക് നോക്കാം. പിടിച്ചു നമ്മളിരിക്കുന്നു, ഗ്രോയിൻ സ്ട്രൈക്ക് ചെയ്യുന്നു, എൽബോ വെച്ച് മുകളിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു, കിക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ചെറിയൊരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് മാക്സിമം എത്തിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മതിയാ ആർ യു റെഡി? ഓക്കെ പറയാം. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കുക ഈ രീതി പിടിക്കുന്നത്. ആ